ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോടെക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഒരു എയർ കംപ്രസർ മാറ്റിയിട്ട് പുതിയൊരു എയർ കംപ്രസർ, കപ്പാസിറ്റി കൂടിയൊരു എയർ കംപ്രസർ വെക്കുക കേട്ടോ. ഈ ഒരു PPRൻ്റെ പൈപ്പ് ഇട്ടിട്ടാണ് ഇതിലേക്ക് എയർ സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗാർമെൻറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ ഈ എയർ കംപ്രസറുള്ളത്. അപ്പോൾ അത് അവിടേക്ക് ആവശ്യമായ എയർ ഇപ്പോൾ പഴയ കംപ്രസറിന് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കംപ്രസർ, കപ്പാസിറ്റി കൂടിയൊരു കംപ്രസർ വെക്കുന്നുണ്ട്. അതായത് 10 HP 500 ലിറ്റർ ടാങ്കുമാണ് ഇപ്പോൾ അതിൽ ഉള്ളത്. അതെന്താ വെച്ചാൽ ഗാർമെൻറ്റ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൽ എയറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതും അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും എത്രത്തോളം പ്രസക്തിൻ്റെ അതിൻ്റെ എയറിനെന്നുള്ളതും മനസ്സിലാവും. അപ്പോൾ ഒരുവിധം മെഷീനറിയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ നിർബന്ധമാണ്. അത്രയും തമ്മിലല്ല എയർ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അത്രത്തോളം കിട്ടും. അതായത് എയർ കുറയുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ്റെ ഇതിലും മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എയർ ഫിൽറ്ററും അതുപോലെ തന്നെ സ്റ്റാർട്ടർ സാധനങ്ങളൊക്കെ ഒരു വേറെ തന്നെ തന്നിട്ടുള്ള വാൾവ് കാര്യങ്ങളൊക്കെ അതൊക്കെ നിന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത്. ആദ്യം ആ ഒരു കംപ്രസർ ഒക്കെ റെഡിയാക്കിയിട്ട് വേണം, പുതിയ കംപ്രസറിൻ്റെ എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മറ്റേ കംപ്രസർ റിമൂവ് ചെയ്യാൻ. പെട്ടെന്ന് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പരിപാടികളൊക്കെ ആദ്യം വന്ന കംപ്രസറിന്, പുതിയ കംപ്രസറിന് എല്ലാ സാധനവും ഫിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കണോണ്ടാണ് കേട്ടോ. പ്രൊഡക്ഷന് അത് നമ്മളെ വർക്ക് കൊണ്ട് ബാധിക്കരുത്. അപ്പോൾ നമ്മൾ ഒരു രണ്ടാമത്തെ ഫിൽറ്റർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ ഇനി നമുക്ക് നേരെ ഫിൽറ്റർ ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഹോസ് ക്ലിപ്പ് ഉണ്ട്, അതാണ് ടൈറ്റാക്കി കൊടുത്താൽ അവിടെ നിന്നോളും. പിന്നെ ഉണ്ടോ ഹോസ് ക്ലിപ്പ്, ആ ഹോസ് ക്ലിപ്പ് നമുക്ക് ടൈറ്റാക്കി കൊടുത്താൽ മതി, പിന്നെ അവിടെ നിന്നോളും. ഇനി നമുക്ക് അടുത്ത് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വാൾവാണ്. വാൾവ് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു വാൾവുണ്ട്. ആ വാൾവ് കറക്റ്റ് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നല്ല ത്രെഡ്സിലൊക്കെ ഇട്ട് നല്ല ലീക്ക് വരാത്ത രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും പ്രഷറിലായിരിക്കും ടാങ്കിൽ നിൽക്കൽ എയർ. അപ്പോൾ യാതൊരു കാരണവശാലും പെട്ടെന്ന് തള്ളിപ്പോരാത്ത രീതിയിൽ തന്നെ വെക്കണം. ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ് എയർ കംപ്രസർ എന്നുള്ളത്. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയാലും അതിൻ്റെ എയറിൻ്റെ ദമ്മ് കാരണം പല അപകടങ്ങളും വഴിയൊരുക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിരിക്കണം എയർ കംപ്രസറിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ വാൾവിൻ്റെ ഫിറ്റിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാൾവ് കൂടി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള യൂണിയനും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്തിട്ട് വെക്കാണ്ട് മറ്റേ എയർ കംപ്രസർ കട്ട് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ചാർജ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വാൾവിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. ഇനി സ്റ്റാർട്ടർ ഇതാണ് നമുക്ക് അതിൽ ഇതിൻ്റെ ബേസിൽ തന്നെ സ്റ്റാർട്ടർ ഒന്ന് ഫിറ്റാക്കണം. നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് വന്നാണ് പാക്കിങ്ങിൽ വരുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ സ്റ്റാർട്ടർ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത് PPRൻ്റെ പൈപ്പ് ഒന്ന് ലെങ്ത്ത് കൂട്ടാണ്ട്. PPRന് നമ്മളെ കയ്യിലുണ്ടായിരുന്ന മെഷീൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ വേറെ മെഷീൻ വന്ന് എടുത്തിട്ടാണ് ഈ മെഷീന് ഒരു ഇഞ്ച് വരെ നമുക്ക് പോകുള്ളൂ. 1.25 പൈപ്പാണ് നമുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ വരെ പോകുന്ന മെഷീനിലാണ് നമ്മൾ 1.25 ഡൈ ഇട്ട് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇതിൻ്റെ ചൂടാകണതിന് അപ്പോൾ അത് ചൂടാക്കി അപ്പോൾ അത് ഹൈറ്റ് ലെങ്ത്ത് നമ്മൾ കൂട്ടുകയാണ്. കപ്ലർ ഇട്ടിട്ട് 2 സൈഡും കപ്ലർ ഇട്ടിട്ട് നമ്മൾ ലെങ്ത്ത് കൂട്ടണം മെഷീനിലേക്ക്. ആദ്യത്തെ മെഷീൻ്റെ പറഞ്ഞാൽ മുകളിലായിരുന്നു അതിൻ്റെ വാൾവും കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് താഴെയാണ് വരുന്നത്, കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മറ്റേ കുറച്ച് മുകളിൽ ആ ഒരു പിടിത്തത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത്ര ഒരു അടി പോലും നമുക്ക് ലെങ്ത്ത് കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കണക്ഷനൊക്കെ നമ്മളവിടെ കൊടുത്ത് നമ്മൾ എയർ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം വന്നതെന്താ വെച്ചാൽ സാധനം കംപ്രസർ നമ്മൾ ഒരു 10 ബാർ പ്രഷർ എത്തിയപ്പോൾ കട്ട് ഓഫായി. പിന്നെ അത് റീസ്റ്റാർട്ട് എടുക്കണില്ല.
വീണ്ടും അത് സീറോയിലേക്ക് പോവാണ്. ഒരു 100 പൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും റീസ്റ്റാർട്ട് എടുക്കേണ്ടതാണ് ശരിക്കും. അപ്പോൾ റീസ്റ്റാർട്ട് എടുക്കാതായപ്പോൾ നമ്മൾ പ്രഷർ സ്വിച്ച് ഒന്ന് അയച്ചതാട്ടോ. അതിൻ്റെ എന്താ പ്രശ്നം എന്നുള്ള അറിയാനേ കുറച്ച് എയറൊന്ന് റിലീസ് ചെയ്ത് കുറച്ചുകൂടി നോക്കിയപ്പോൾ നമ്മൾ രണ്ടാമത് വർക്ക് ചെയ്തു. പ്രഷർ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ബെല്ലോൻ്റെ ആ നെറ്റൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 160 പൗണ്ട് എങ്കിലും ഇതിൽ ടാങ്കിൽ നിലനിർത്താൻ നിലയ്ക്ക് കുറച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് നെറ്റ്. ഇപ്പം കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്, കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ കാണിക്കുന്ന പ്രഷർ എന്ന് വെച്ചാൽ 140 പൗണ്ടുണ്ട്. 10 ബാർ പ്രഷറാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഏകദേശം കട്ട് ഓഫ് ആകേണ്ട ടൈമായി. 160ലേക്കാണ് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 140ൻ്റെ അടുത്ത് 40 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രഷർ. നമ്മൾ ചെക്ക് ചെയ്യാണ്. അതായത് പ്രഷർ സ്വിച്ചിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇത് ഇപ്പോൾ ഓഫായി. 160 പൗണ്ട് എത്ര 160 പൗണ്ട് വന്നപ്പോൾ 12 ബാറിൻ്റെ അടുത്ത്. അപ്പോൾ അത് കട്ടായിട്ടുണ്ട്. ഇനി ഒരു 100ലേക്ക് 120ലേക്ക് എത്തുമ്പോഴേക്കും റീസ്റ്റാർട്ട് എടുക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണപ്പോൾ ഇത് ഫുള്ള് ഫിറ്റാക്കി പോകണമെങ്കിൽ. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നിർത്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും. കാരണം അവർക്ക് ഇങ്ങനെ നമ്മൾ വിളിക്കേണ്ട സമയം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് നമ്മൾ റെഡിയാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകണമെങ്കിൽ. PPRൻ്റെ പൈപ്പ് ഇതൊക്കെ കൊടുത്ത് നമ്മളെ വർക്ക് നമ്മൾ എപ്പോഴും ഡീസൻ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോൾ പ്രഷർ സ്വിച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫിറ്റാക്കി എല്ലാ വർക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗാർമെൻറ്റ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ കംപ്രസറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ മെഷീനറി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് വർക്കുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ പഴയ കംപ്രസറിനെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതിൻ്റെ ഹെഡിന് എന്താ ചെറിയ പ്രശ്നമാണ്. ഹെഡ് മെഷീനൊക്കെ ലീക്കായിട്ടായിരിക്കും അത് എയർ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. അപ്പോൾ അത് നന്നാക്കി വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.